ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഉള്ളിവടേൻ്റെ അനിയനായൊരു വടേനെ ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം തന്നെ അരിഞ്ഞ് വെച്ച് വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, ഈ സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് ചോപ്പറിലാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ലേശം ഉപ്പ്, പാകത്തിന് ഉപ്പാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലേൻ്റെ പൊടി, പിന്നെ കുറച്ച് ചെറിയ ജീരകം എനിക്ക് ഇവിടെ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കടലപ്പൊടിയാണ് ഇതിലേക്ക് നിർബന്ധമായിട്ടും വേണ്ട സാധനം. പിന്നെ ലേശം ഒരു അര സ്പൂൺ മൈദ, പിന്നെ കരിവേപ്പും കൂടെ ചീന്തിട്ടിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല, പിന്നെ പിച്ചിലിട്ട് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുത്തിട്ടാണ് ചെയ്തത്. ഈ ഒരു ചോപ്പറിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഞാൻ ഒരിക്കലും മീഷോന്ന് വാങ്ങിയതായിരുന്നു. 2-3 വർഷം ആവാനായി. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, അതുകൊണ്ടാണ് അത്രയും കാലം നിന്നത്. എന്നിട്ട് ഇത് നമ്മളെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് കൈ വെച്ച് മിക്സ് ആക്കുമ്പോൾ ടേസ്റ്റ് അല്ലേ, നമ്മൾ സ്പൂണിനൊക്കെ ഇളക്കണക്കാട് ടേസ്റ്റ് നല്ല സൂപ്പറായി മിക്സ് ആയി കിട്ടും. നമ്മളെ കൈ വെച്ചിട്ടാണ് മിക്സ് ആക്കണത് ഏറ്റവും നല്ലത്. പിന്നെ വെള്ളം ഒഴിച്ച് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ പിന്നെ കടലപ്പൊടി ഇട്ട് കൊടുക്കുക ചെയ്തത് കേട്ടോ. നല്ല ലൂസായി പോയി ഫസ്റ്റ്. പിന്നെ ഈ പരുവാക്കി എടുക്കുക. നല്ലൊരു യെല്ലോയിഷ് കളറായി വരുന്ന ഒരു കൂട്ടിപ്പിടുത്തം വേണം അതിന്. ഇങ്ങനെ പിടിക്കുമ്പോൾ പിന്നെ അതേപോലെ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി വെച്ച് പിന്നെ അതിലേക്ക് അതിൻ്റെ ഉൾഭാഗം തുടച്ചെടുത്തതൊക്കെ ഇങ്ങനെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി തന്നെയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലാണ് അത് പൊരിക്കൽ. എല്ലാ സാധനങ്ങളും വെളിച്ചെണ്ണയിലാണ് പൊരിക്കുക. പിന്നെ അതിലേക്ക് ഇതുപോലെ ചെറിയതാക്കി ഇട്ട് കൊടുത്ത്, നല്ല വലുതല്ല, അല്ലേ, ഉള്ളിവടൻ്റെ അനിയനായിട്ടുള്ളൊരു വടയാണിത്. അതിലേക്ക് ഇട്ട് കൊടുത്ത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉള്ളിവടനെക്കാട്ടി വലുതായ ഉള്ളിവടക്ക് സങ്കടാവും അനിയൻ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം സംഭവം നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റത്തെ കോലെടുക്കുമ്പോൾ തന്നെ അത് മോന് തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മോനും ചെറുതും കൂടെ തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ ഫസ്റ്റതായി കിട്ടാൻ കുറച്ച് സമയം എടുത്തത്. രണ്ടാമത്തൊക്കെ പെട്ടെന്നായിട്ടോ. കാരണം വെളിച്ചെണ്ണ അധികം ചൂടായിട്ടില്ല തോന്നുന്നുണ്ട് ഫസ്റ്റ് ഇട്ടപ്പോൾ, അധികം ഇതായിട്ടില്ല. പിന്നെ ലേശം സോസ് എടുത്തിട്ട് ഉള്ളു കണ്ടോ നല്ല